നിർണായക കൂടിയാലോചനകൾക്ക് ശേഷം ആലപ്പുഴയിൽ CPS സെക്രട്ടേറിയറ്റ് തുടങ്ങിയിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് തീരുമാനം എക്സിക്യൂട്ടീവിൽ റിപ്പോർട്ട് ചെയ്യും. CPM അടിയന്തര സെക്രട്ടേറിയറ്റിലെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമാണ് നിലപാട് പ്രഖ്യാപിക്കൽ. CPM സെക്രട്ടേറിയറ്റ് അവസാനിച്ചിരിക്കുന്നു. MV ഗോവിന്ദന്റെ വാർത്താസമ്മേളനം ഉണ്ടാകും. സെക്രട്ടേറിയറ്റിന് ശേഷം മുഖ്യമന്ത്രി വിവിധ പരിപാടികൾക്കായി ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. റഹീസ് റഷീദും TV പ്രസാദും PR സുനിലും R റോഷിപാലും K സജീഷുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം റഹീസിലേക്ക് പോകുന്നു. റഹീസ്, ഇപ്പോൾ CPS സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. എക്സിക്യൂട്ടീവിന് മുമ്പായുള്ള സെക്രട്ടേറിയറ്റാണ് ചേരുന്നത്. CPIയിലെ വിവിധ നേതാക്കളുടെ പ്രതികരണം വരുമ്പോൾ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാവുകയാണ്. നയപരമായും രാഷ്ട്രീയമായുള്ള തീരുമാനമെടുക്കുമെന്ന് പറയുമ്പോൾ മുന്നണിയെ പ്രതിസന്ധിയിലാക്കാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകാനാണോ സാധ്യത? അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തീരുമാനം, മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് പോയാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിരോധത്തിലാക്കുന്ന വിഷയം. അപ്പോൾ നിലപാടിൽ ഉറച്ചു എന്ന് പറയാനുമാകും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണോ റഹീസ് പോവുക? സ്മൃതി, അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് CPI പോകുന്നത്. ഒരേ സമയം മുന്നണിയെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക, അപ്പോൾ തന്നെ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, പാർട്ടിയുടെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് നിന്നു എന്ന് പറയിപ്പിക്കുക എന്ന ഒരു ധാരണയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPI എത്തുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് PM ശ്രീ പദ്ധതിയിൽ നിന്ന്, കരാറിൽ നിന്ന് സർക്കാർ പിന്മാറുന്നത് വരെ മുഴുവൻ മന്ത്രിസഭാ യോഗങ്ങളിലും, അത് എത്ര നാൾ നീണ്ടു നിന്നാൽ അത്ര നാൾ വരെയുള്ള മുഴുവൻ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും CPIയുടെ 4 മന്ത്രിമാരും വിട്ടുനിൽക്കുന്ന തരത്തിലുള്ള കൂടിയാലോചനകളാണ് നേതൃതലത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ CPIയുടെ ഏറ്റവും നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പ്രകാശ് ബാബുവും P സന്തോഷ് കുമാറും പങ്കെടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ആ വിശദാംശങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്യും. പ്രധാനമായും ഈ സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഈ വിഷയത്തിലുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുക. സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനം എടുത്തതിന് ശേഷം അല്പസമയത്തിനകം ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൽ അംഗീകാരം വാങ്ങിയെടുക്കുകയുമായിരിക്കും ചെയ്യുക. സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ നിശ്ചയിച്ചിരുന്നില്ല, 10 മണിക്ക് എക്സിക്യൂട്ടീവ് എന്ന് മാത്രമായിരുന്നു. പക്ഷേ ചില ആശയവിനിമയങ്ങൾ CPIM നേതൃത്വവുമായി CPI നേതൃത്വം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന ശേഷം ബിനോയ് വിശ്വത്തെ വിളിച്ചു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം നിഷേധിക്കുകയാണ്, അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടില്ല. അതായത് മന്ത്രി ശിവൻകുട്ടി MN ആസ്ഥാനത്ത് പോയതിനു ശേഷം മറ്റൊരു ശ്രമം ഉണ്ടായിട്ടില്ല CPIന്റെ ഭാഗത്തുനിന്നത്. നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല എന്നല്ലേ? ഇനിയിപ്പോൾ യോഗം ചേർന്ന ശേഷമുള്ള ഫോൺ വിളികൾ ഉണ്ടായെന്നാണോ അറിയാനാകുന്നത്? സ്മൃതി, ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് രാവിലെ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിലുള്ള ചർച്ചകൾ ഫോണിൽ നടന്നിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ തുടർ ചർച്ചകൾ നടക്കുമെന്ന ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. ഈ വിഷയത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം എന്താണെങ്കിലും അത് CPIയെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാകും. CPIMന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും CPI തുടർ തീരുമാനങ്ങൾ എടുക്കുക. അതിനുവേണ്ടിയാണ് നേരത്തെ തീരുമാനിക്കാത്ത, നിശ്ചയിക്കാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പെട്ടെന്ന് വിളിച്ചത്. അതായത് CPIMന്റെ കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുക എന്നതാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം. അത് അടുത്ത മണിക്കൂറിൽ നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനും പറ്റും. ശരി.